വീണ്ടും ഒരു മുംബൈ മോഡൽ ആക്രമണത്തിന്റെ സാധ്യതയുണ്ടോ? ശ്രമം നടക്കുന്നുണ്ടോ? നമ്മുടെ മനസ്സിൽ നിന്ന് മുംബൈ ഭീകരാക്രമണം ഒരിക്കലും ആയില്ല അല്ലേ? അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഭീകരാക്രമണത്തിന് ചാരസംഘടനയായിട്ടുള്ള ലഷ്കർ ഇ തോയ്ബ നോട്ടമിടുന്നുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കേന്ദ്രം അതിജാഗ്രതയിലാണ്. ഈ റിപ്പോർട്ടുകൾ വരുന്നത് കൊണ്ട് തന്നെ അതിനു മുമ്പും ഈ ഭീകരന്മാരെ ഇല്ലാതെയാക്കാനുള്ള പ്രവർത്തനങ്ങളിൽ നമ്മൾ വ്യാപൃതരായി തന്നെ ഇരിക്കുകയാണ്. പലതരത്തിലുള്ള ആക്രമണങ്ങളൊക്കെ, അതായത് ഇവരെ ഇല്ലാതെയാക്കുന്ന പ്രവർത്തനങ്ങളിലൊക്കെ സൈന്യം ഇടപെടുന്നുണ്ട്. ഇന്ന് രാവിലെ ഞാൻ കണ്ട ഒരു റിപ്പോർട്ടിൽ ഒരു ഒളി കേന്ദ്രം, ഇവരുടെ ഭീകര സംഘടനയുടെ ഒളി കേന്ദ്രം തകർത്തതായിട്ടുള്ള റിപ്പോർട്ടുകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ റിപ്പോർട്ട് വരുമ്പോൾ ഇതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാട്ടർ ഫോഴ്സ് എന്ന് പറയുന്ന ഒരു വിഭാഗം രൂപീകരിക്കാനായിട്ട് ലഷ്കർ ഇ തോയ്ബ പദ്ധതിയിടുന്നു. പദ്ധതി ഇടുന്നു എന്നതിനേക്കാൾ ഉപരി അവരത് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അതിന് എന്താ പറയുക, അതെങ്ങനെയാണ് ചെയ്യേണ്ടത്, പല വിഭാഗങ്ങളായി തിരിച്ചുകൊണ്ട് അങ്ങനെ ഒരു ഫോഴ്സ് രൂപീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതിൻ്റെ പ്രവർത്തനങ്ങളിലൊക്കെ അവർ വ്യാപൃതരുമാണ്. അപ്പോൾ ഈ പരിശീലനം നൽകുന്നതിൻ്റെയൊക്കെ ദൃശ്യങ്ങൾ ഈ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലഷ്കറും അവരുടെ ഒരു രാഷ്ട്രീയ മുഖം എന്നൊക്കെ നമ്മൾ പറയുന്ന രീതിയിൽ പാകിസ്ഥാൻ മർക്കാസി മുസ്ലിം ലീഗ്, ഇവർ ചേർന്നിട്ടാണ് ഈ വാട്ടർ ഫോഴ്സ് രൂപീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ലഷ്കർ നേതാവായിട്ടുള്ള ഹാരിസ് ദർനാണ് ഇതിൻ്റെ ഒരു ചുമതല അവർ കൊടുത്തിരിക്കുന്നത്. സ്കൂബ ഡൈവിംഗ് ഉണ്ട്, പ്രൊഫഷണൽ നീന്തൽ, ഹൈസ്പീഡ് ബോട്ട് കൈകാര്യം ചെയ്യൽ, വെള്ളത്തിനടിയിലുള്ള ഓപ്പറേഷനുകൾ, സോഷ്യൽ മീഡിയ ഓപ്പറേഷനുകൾ എന്നിവയൊക്കെയും ഈ പരിശീലനത്തിൻ്റെ ഭാഗമായിട്ട് വരുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ പരിശീലനം ചെയ്യുകയും മറ്റുള്ളവർ പരിശീലനം ചെയ്യുന്നതിൽ എന്തെങ്കിലും വശപ്പിശകുണ്ടോ, എന്തെങ്കിലും കൃത്യമായിട്ട് തന്നെയല്ലേ ഇതൊക്കെ ചെയ്യുന്നത് എന്നൊക്കെ ഈ ഹാരിസ് ദർ എന്ന് പറയുന്ന ഭീകരൻ എന്താ പറയുക നിരീക്ഷിക്കുന്നതിൻ്റെയൊക്കെ വീഡിയോയാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. മറ്റൊരു ലഷ്കർ കമാൻഡർ വാട്ടർ ഫോഴ്സ് തയ്യാറാക്കുന്നതിനെ പരസ്യമായിട്ട് തന്നെ സമ്മതിക്കുന്നതും, അതായത് ഞങ്ങളിത് രൂപീകരിക്കുന്നുണ്ട് എന്ന് സമ്മതിക്കുന്ന വീഡിയോ കൂടി വന്നിട്ടുണ്ട്. ഇത് മാത്രമല്ല, ഞെട്ടിക്കുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇതിനു വേണ്ടി, ഈ ഫോഴ്സിലേക്ക് വേണ്ടി ഏതാണ്ട് 135 കൊടും ഭീകരരെ റിക്രൂട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളും വരുന്നുണ്ട്. അവിടെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ആശങ്കപ്പെടുന്നത്. ആശങ്ക എന്ന് പറയുന്നത് അയ്യോ നമ്മൾ പത്തായത്തിൽ ഒളിച്ചിരിക്കും എന്നുള്ളതല്ല അതിൻ്റെ അർത്ഥം. നമ്മൾ നിരന്തരം ഈ ഭീകരവാദത്തിനെതിരെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. അവിടെ നിന്ന് ഈ ഭീകരന്മാർ വീണ്ടും അവർക്ക് പലതരത്തിലാണ് ഫണ്ട് കിട്ടുന്നത്. അപ്പോൾ ഇവരെ എല്ലാ കാര്യങ്ങളും പുനരുജ്ജീവിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ അടിച്ചു തകർത്ത എല്ലാ മേഖലകളും തന്നെ പുനരുജ്ജീവിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏതെല്ലാം തരത്തിൽ മറ്റു മാർഗങ്ങളിലൂടെ ഒരു വഴി അടഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി ആ വഴിയിലൂടെ പോയിട്ടുണ്ടെങ്കിൽ അടി കിട്ടുമെന്ന് മനസ്സിലാകുമ്പോൾ അവർ വേറെ രീതിയായിരിക്കും, വേറെ പ്ലാൻ ആയിരിക്കും. അത്തരത്തിൽ പുതിയ രീതികളിലൊക്കെ ആവിഷ്കരിച്ചുകൊണ്ട് ഇവർ ഈ പ്രവർത്തനങ്ങൾ, നമ്മുടെ രാജ്യത്തെ ശിഥിലമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെയും ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നിടത്താണ് നമുക്ക് ആശങ്ക. കാരണം ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം നിരന്തരം, ആ രാജ്യം പിറന്നു വീണത് മുതൽ ഇതുവരെയും ഈ തീവ്രവാദികളുമായിട്ട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ സംബന്ധിച്ചും ഇപ്പോൾ ബംഗ്ലാദേശ് ഭാഗത്ത് നിന്നും പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഒരുപോലെ തന്നെ നമുക്ക് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അപ്പം ബംഗ്ലാദേശിലും നടക്കുന്ന സംഭവങ്ങൾ എന്ന് പറയുന്നത് അത്ര എന്താ പറയുക ശുഭകരമായിട്ടുള്ളതൊന്നുമല്ല. ഈ കഴിഞ്ഞ ദിവസം കൂടി ഒരു ഹിന്ദു യുവാവിനെ കൊലപ്പെടുത്തിയ വാർത്തകൾ വരുന്നുണ്ട്. അവിടെ പലതരത്തിലുള്ള പാക് ഭീകര സംഘടനകൾ ഒക്കെ അവിടെ ചെന്ന് ക്യാമ്പ് ചെയ്യുന്നതായിട്ടുള്ള വാർത്തകൾ വരുന്നുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നതിനിടയിലാണ് വാട്ടർ ഫോഴ്സ് കൂടി ലഷ്കർ ഇ തോയ്ബ രൂപീകരിക്കുന്നു എന്ന് പറയുന്ന വാർത്ത കൂടി വരുന്നത്. അപ്പോൾ ഈ പറയുന്ന ലഷ്കർ കമാൻഡർ വാട്ടർ ഫോഴ്സ് തയ്യാറാക്കുന്നത് പരസ്യമായി സമ്മതിക്കുന്നു എന്ന് പറഞ്ഞല്ലോ. ഇയാൾ തന്നെയാണ് സമ്മതിക്കുന്നത് ഏതാണ്ട് 135ഓളം കൊടും ഭീകരരെ ഇതിനു വേണ്ടി റിക്രൂട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. ലഷ്കർ ഇ തോയ്ബയുടെ ഡെപ്യൂട്ടി ചീഫ് സെയ്ഫുള്ള ഖാലിദ് കസൂരിയുടെ പ്രകോപനപരമായിട്ടുള്ള പ്രസ്താവനകൾക്ക് പിന്നാലെയാണ് ഈ ഒരു വാട്ടർ ഫോഴ്സ് രൂപീകരിക്കുന്നതിൻ്റെ വാർത്ത കൂടി വരുന്നത്. കസൂരി ആയിക്കോട്ടെ, സയ്യിദ് ആയിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, ഭീകരർക്കെല്ലാം ഒരേ രീതിയാണല്ലോ. അവർക്ക് ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, കാഫറുകളെ ഇല്ലാതെയാക്കുക, ഹൂറിപദം പോകുക എന്നുള്ളതാണ്. പക്ഷേ ഈ പറയുന്ന ആളുകളെല്ലാം, പറയുന്ന ഭീകരന്മാരെല്ലാം പറയുന്നുണ്ട് ഇനിയും ഞങ്ങൾ തിരിച്ചടിക്കും, ഇന്ത്യയെ അടിക്കും, അതിനു വേണ്ടുന്ന പ്രവർത്തനങ്ങൾ തന്നെയാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഭാരതത്തെ ഇല്ലാതെയാക്കും എന്നൊക്കെ പറയുന്ന തരത്തിൽ പ്രകോപനപരമായിട്ട് വളരെയധികം പ്രസംഗങ്ങൾ നടത്തുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം, എത്ര അടി കൊണ്ടാലും യുവന്മാരുടെ തലച്ചോറ് വെളുക്കില്ല.
ഇവന്മാരുടെ തലച്ചോറിൽ മതഭ്രാന്ത് മാത്രമാണ്. അത് ഒരു കാലത്തും എത്ര അടി കൊണ്ടാലും ഇവന്മാരുടെ പിൻഗാമികളെ മുൻഗാമികളെ ഒക്കെ ചത്തു മലച്ചു കിടന്ന് എന്ന് പറഞ്ഞാലും ഇവർ ഈ പ്രവർത്തനം ചെയ്തുകൊണ്ടേയിരിക്കും. അതിൽ നിന്നൊരു മോചനം നേടണം എന്നുള്ളൊരു ചിന്തയിലേക്ക് ഒരിക്കലും പോകില്ല. അത്രത്തോളം ഭീകരമാണ് ഇവരുടെ ഒരു മാനസികാവസ്ഥ എന്ന് പറയുന്നത്. ഈ 2025 പാകിസ്ഥാൻ ആകാശം ഭരിക്കുന്ന വർഷമായിരിക്കുമെന്നും 2026 എന്ന് പറയുന്നത് കടലുകൾ ഭരിക്കുന്ന വർഷമായിരിക്കുമെന്നും ഈ കസൂരി എന്ന് പറയുന്ന വൃത്തികെട്ടവൻ മുരുത്കയിൽ വീമ്പിളക്കുകയും ചെയ്തതാണ്. അപ്പോൾ ഇത് ചെയ്തതിന് പിന്നാലെ അപ്പോൾ ഈ പറയുന്നത് പോലെ ഇവരുടെ വിങ് എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ പല പ്രവർത്തനങ്ങളും അങ്ങനെയാണല്ലോ. പലതും ചെയ്ത് പകുതിയാകുമ്പോഴായിരിക്കും ചില കാര്യങ്ങളൊക്കെ റിപ്പോർട്ടുകൾ വരുന്നത്, ഈ ഭാരതം ഈ ഒരു വഴിയിൽ നീങ്ങുകയാണ് എന്നുള്ളതൊക്കെ. അപ്പോൾ എല്ലാ കാര്യങ്ങളും നമുക്ക് പെട്ടെന്ന് തന്നെ പുറത്തേക്ക് വിടാൻ കഴിയുന്നതല്ല. അത് രാജ്യസുരക്ഷയുമായിട്ട് ബാധിക്കുന്നതായതുകൊണ്ട് തന്നെ. അപ്പോൾ ഇതുപോലെ തന്നെയാണ് ഇവന്മാരും ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാണ്. അപ്പോൾ ഇവർ ഈ വാട്ടർ ഫോഴ്സ് രൂപീകരിക്കുന്നു, പരിശീലനം നൽകുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ ആശയം അവർ മുന്നേ കൂട്ടി കാലേ കൂട്ടി കണ്ടുകൊണ്ട് മറ്റൊരു വഴിയിലൂടെ വീണ്ടും അവർ നമ്മളെ ആക്രമിക്കാനുള്ള പദ്ധതി ഇടുകയും ഒക്കെ ചെയ്യുന്നു എന്ന് തന്നെ ഇതിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഈ ദൃശ്യങ്ങളുടെയൊക്കെ ആധികാരികത എന്ന് പറയുന്നത് നമ്മുടെ രഹസ്യാന്വേഷണ വിഭാഗങ്ങളൊക്കെ പരിശോധിക്കുന്നുണ്ട്. പക്ഷേ പരിശോധിക്കുന്നുണ്ട് എന്നുള്ള വാർത്തയിലേക്ക് നമുക്കൊരു ആശ്വാസം, അതായത് പൊതുജനങ്ങൾ എന്താ പറയുക, പാനിക് ആകണ്ട, അല്ലെങ്കിൽ ജനം പാനിക് ആകണ്ട എന്നുള്ള ഒരു രീതിയിലേക്ക്, അതെ, ആ രീതിയിലേക്ക് വരുമ്പോഴും കേന്ദ്രം അതിജാഗ്രതയിൽ തന്നെ ആയിരിക്കും എന്നുള്ളതാണ്. പ്രിയൻ വളരെ കൃത്യമായിട്ട് ഒരിക്കലൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു എങ്ങനെയാണ് മുംബൈ ഭീകരാക്രമണം ഉണ്ടായത്, അത് എത്രത്തോളം ഭയാനകമായിരുന്നു എന്നുള്ളതൊക്കെ. അതേ തരത്തിൽ ഈ ഒരു ഭീകരാക്രമണം ഇനി നമ്മുടെ രാജ്യത്ത് നടക്കാനുള്ള സാധ്യതകൾക്ക് നമ്മുടെ രാജ്യത്തെ വിട്ടുകൊടുക്കാനും കഴിയില്ല. ആ ഒരു ഭീകരാക്രമണത്തെ എങ്ങനെയാണ് ഓർത്തെടുക്കുക? അതായത് മുംബൈ ഭീകരാക്രമണം എന്ന് പറയുന്നത് ഒരു വലിയ വീഴ്ചയായിരുന്നു ആ സമയത്തുണ്ടായിരുന്നതെന്നാണ്. അത് നമ്മുടെ കടലിൽ ഒട്ടും സുരക്ഷിതമല്ലാത്തൊരു അവസ്ഥയിലേക്ക് മാറി എന്നുള്ളതാണ് നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. നമ്മുടെ കോസ്റ്റ് ഗാർഡിൻ്റെയും നേവിയുടെയൊക്കെ കണ്ണു വെട്ടിച്ച് ഒരു കപ്പലെന്ന് പറയാൻ പറ്റില്ല, ഒരു വലിയ ബോട്ട് വരുന്നു, പാകിസ്ഥാനിൽ നിന്ന് വരുന്നതാണ്, മത്സ്യബന്ധന ബോട്ടിൻ്റെ സമാനമാണത്. അത് വന്നിട്ട് നമ്മുടെ മറ്റൊരു ഇന്ത്യൻ ബോട്ടിനെ പിടിച്ചെടുത്ത് അതിലുള്ള ആൾക്കാരെ മുഴുവൻ കൊന്നിട്ടാണ്, മത്സ്യത്തൊഴിലാളികളെ മുഴുവൻ കൊന്നിട്ട് മീൻ പിടിക്കാൻ പോയ ആൾക്കാരെ മുഴുവൻ കൊന്ന് അവരുടെ ഈ പറയുന്ന ആ ബോട്ട് ഓടിക്കുന്ന ആളിനെ മാത്രം ബാക്കി വെച്ച് ഇവിടെ നമ്മുടെ പോർട്ടിലേക്ക് വന്നതിന് ശേഷം അവിടെ വെച്ചിട്ട് ഈ പോർട്ടിൽ എത്തുമ്പോഴത്തേക്കും, ഈ പോർട്ടിൽ വന്നു കഴിയുമ്പോഴത്തേക്ക് ഈ ബോട്ട് ഓടിച്ചിരുന്ന ആളെ കൊന്നിട്ടാണ് അവർ ഇതിൻ്റെ അകത്ത് കയറുന്നത്. അന്ന് നമുക്ക് നഷ്ടപ്പെട്ടത് വലിയ ധീരന്മാരായിട്ടുള്ള നമ്മുടെ വലിയ നല്ല ഓഫീസർമാരെയാണ് നമുക്ക് നഷ്ടപ്പെട്ടതെന്നുള്ള ഓഫീസർമാർ, ജവാന്മാർ, സദ്യ ഉണ്ണികൃഷ്ണൻ്റെ കാര്യമൊക്കെ നമുക്കറിയാം, മേജർ. അപ്പോൾ ആ സാറിനെയൊക്കെ നമുക്ക് നഷ്ടപ്പെടുന്നത് ആ ഓപ്പറേഷനിലൂടെയാണ്. മികച്ച സൈനികരെ, മികച്ച പോലീസ് ഉദ്യോഗസ്ഥരെയൊക്കെ നമുക്കന്ന് നഷ്ടമായി എന്നുള്ളത് നമ്മൾ ഇന്ത്യക്കുണ്ടായ ഒരു വലിയ നഷ്ടമായിരുന്നു മുംബൈ ആക്രമണം എന്ന് പറയുന്നത്. ആ മുംബൈ ആക്രമണത്തിൽ അന്ന് അമേരിക്കൻ ഇടപെടലുണ്ടായിട്ടാണ് തിരിച്ചടി നൽകാത്തതെന്ന് പി ചിദംബരം പറഞ്ഞതും മൻമോഹൻ സിംഗും ഒക്കെ കൂടെ ഒന്ന് വിധിപ്പിക്കൊണ്ട് ഈ കാൻഡിൽ ലൈറ്റ് കത്തിക്കുന്നതൊക്കെ ആ സമയത്തുണ്ടായിരുന്ന ഒരു ഇതാണ്. അവർക്ക് അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. പകരം ഈ ഭീകരവാദത്തിനെ ഇല്ലായ്മ ചെയ്യാനായിട്ടുള്ള ഒരു പ്രവൃത്തിയും ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് അന്ന് ഉണ്ടായിരുന്നില്ല. ഇന്ന് അതെല്ലാം മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. സൈന്യത്തിൻ്റെ കയ്യിൽ കൊടുത്തേക്കുക, ഇവിടെ ഒരുത്ത അടിക്കാൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ തിരിച്ചടിച്ചോണം, അത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്, ഇന്ത്യയെ കാക്കുക എന്നുള്ളത് നിങ്ങളുടെ ജോലിയാണ് എന്നുള്ള രീതിയിലേക്ക് ഇന്ത്യ മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള പ്രകോപനങ്ങൾക്കൊന്നും ഇനി ഒന്നും ചെയ്യാൻ കഴിയില്ല. ഇവരുടെ വീമ്പ് പറച്ചിലേ ഉണ്ടാവുള്ളത്. അവർ പറയുന്നത്, അല്ലെങ്കിൽ അവർ നീക്കം നടത്താൻ പോകുന്നത് മൊത്തം വീമ്പായി മാറുന്നത് അതിനെ ഇന്ത്യ നിർവീര്യമാക്കുമ്പോഴാണ്. ആ നിർവീര്യമാക്കുന്ന പ്രവർത്തനം ഇന്ത്യൻ സൈന്യം ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. നമ്മുടെ നേവി, മുമ്പൊക്കെ നമ്മുടെ നേവി ഷിപ്പുകളിലും അന്തർവാഹിനികളൊക്കെ അപകടത്തിൽപ്പെടുമായിരുന്നു, അടിക്കടി നാവികർ കൊല്ലപ്പെടുമായിരുന്നു. അതിൽ പ്രതിഷേധിച്ച് നമ്മുടെ ഒരു നാവികസേന തലവൻ തന്നെ രാജിവെച്ചിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലൊക്കെയുള്ള ദുരവസ്ഥകളിൽ നിന്ന് ഇന്ന് മാറിയിട്ട് ഗംഭീര കപ്പലുകൾ ഇന്ത്യക്ക് സ്വന്തമായിട്ട് യുദ്ധക്കപ്പലുകൾ, അറ്റാക്ക് ഷിപ്പുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒന്നും മുമ്പിൽ ഇവരുടെ ഈ പറയുന്ന ഉടങ്കൊല്ലി ബോട്ടുകളും കൊണ്ട് വന്നു കഴിഞ്ഞാലൊന്നും ഒന്നും നടക്കാൻ പോകുന്നില്ല. തകർത്ത് തരിപ്പണമാക്കാൻ പോകുന്ന ആയുധങ്ങൾ നമ്മുടെ കയ്യിലുണ്ട്, അതിനുള്ള സംവിധാനവുമുണ്ട്. അതുകൊണ്ട് തന്നെ ലഷ്കർ-ഇ-തൊയ്ബയ്ക്ക് സ്വപ്നം കാണാം മലർപ്പൊടിക്കാരനെ പോലെ എന്നുള്ളതേ ഉള്ളൂ. ഇന്ത്യ തിരിച്ചടിച്ച് തകർക്കാൻ ഉരുമ്പെട്ട് കഴിഞ്ഞാൽ ഇവരൊന്നും ബാക്കി കാണില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം.